അസ്സലാമു അലൈക്കും. എല്ലാവർക്കും നമസ്കാരം. ഫുഡ് ഓൺ ക്യാമ്പിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നിങ്ങളുമായി ഷെയർ ചെയ്യാൻ പോകുന്നത് ഒരു പുഡിംഗ് റെസിപ്പിയാണ്. ഹണി ഫ്ലേവറാണ് നമ്മൾ ഇതിന് കൊടുത്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഹണി കേക്കിൻ്റെ ഒക്കെ ഒരു ടേസ്റ്റാണ് ഇതിനുള്ളത്. അപ്പോൾ നമുക്ക് ഇൻഗ്രീഡിയൻസിലേക്ക് പോവാം. ഇതിനു വേണ്ടി ഒരു പാക്ക് ബിസ്ക്കറ്റ് എടുത്തിട്ടുണ്ട്. ഏത് ബിസ്ക്കറ്റും യൂസ് ചെയ്യാം. പിന്നെ 2 പാക്ക് വിപ്പിംഗ് ക്രീം പൗഡർ എടുത്തിട്ടുണ്ട്. പിന്നെ ക്രീം ചീസ് വേണം. 2 ടേബിൾ സ്പൂൺ ടോഫി എടുത്തിട്ടുണ്ട്. 3 ടേബിൾ സ്പൂൺ ഹണി വേണം. പിന്നെ കാരമൽ പുഡിങ്ങിൻ്റെ ഒരു പാക്ക് എടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് പാല് വേണം. നമുക്ക് വിപ്പിംഗ് ക്രീം ബീറ്റ് ചെയ്യാനും അതുപോലെ തന്നെ ബിസ്ക്കറ്റ് ഒന്ന് ഡിപ്പ് ചെയ്യാനും കുറച്ച് പാലെടുത്തിട്ടുണ്ട്. ഇതിൻ്റെ എല്ലാം അളവ് നിങ്ങളുടെ പുഡിംഗ് പാത്രത്തിനനുസരിച്ച് എടുക്കുക. ഫസ്റ്റ് നമുക്ക് വിപ്പിംഗ് ക്രീം ഒന്ന് ബീറ്റ് ചെയ്തെടുക്കണം. വിപ്പിംഗ് പൗഡറിലേക്ക് 1 കപ്പ് പാൽ ഒഴിച്ച് നമുക്ക് ഇതൊന്ന് നല്ലപോലെ ബീറ്റ് ചെയ്തെടുക്കാം. ഇനി ഇതിലോട്ട് ടോഫിയും 2 ടേബിൾ സ്പൂൺ ഹണിയും ചേർത്ത് ഒന്നുകൂടെ ബീറ്റ് ചെയ്തെടുക്കണം. പിന്നെ ക്രീം ചീസ് ചേർത്ത് കൊടുത്ത് ഒന്നുകൂടെ ബീറ്റ് ചെയ്യാം. ഇനി ഇതിലോട്ട് കാരമൽ പുഡിങ്ങിൻ്റെ പൗഡറാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇത് ഈ പുഡിങ്ങിന് പ്രത്യേക ടേസ്റ്റ് നൽകും. അപ്പോൾ ഇത് കിട്ടുകയാണെങ്കിൽ നിങ്ങൾ തീർച്ചയായും ഇതിൽ ഇൻക്ലൂഡ് ചെയ്യുക. ഇനി നമുക്ക് പുഡിംഗ് സെറ്റ് ചെയ്തെടുക്കാം. ഫസ്റ്റ് ബിസ്ക്കറ്റ് ലെയറാണ് സെറ്റ് ചെയ്യുന്നത്. അതിനു വേണ്ടി പാലിൽ 1 ടേബിൾ സ്പൂൺ തേൻ ഒഴിച്ച് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഓരോ ബിസ്ക്കറ്റും പാലിൽ ഡിപ്പ് ചെയ്ത് നമുക്ക് പുഡിംഗ് ട്രേയിൽ വെച്ച് കൊടുക്കാം. ബിസ്ക്കറ്റ് ചെറുതായി ഒന്ന് പ്രസ് ചെയ്ത് നമുക്ക് ഗ്യാപ്പൊക്കെ ഒന്ന് ഫിൽ ചെയ്ത് കൊടുക്കാം. ഇനി ഇതിൻ്റെ മുകളിൽ നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള വിപ്പിംഗ് ക്രീം സ്പ്രെഡ് ചെയ്യാം. വീണ്ടും അടുത്ത ലെയറായി നമുക്ക് ബിസ്ക്കറ്റ് തന്നെ പാലിൽ ഡിപ്പ് ചെയ്ത് വെച്ച് കൊടുക്കാം. അതിന് മുകളിലായി വിപ്പിംഗ് ക്രീം സ്പ്രെഡ് ചെയ്യാം. ഇങ്ങനെ എത്ര ലെയർ വേണമെങ്കിലും നമുക്ക് സെറ്റ് ചെയ്യാം. ഇനി നമുക്ക് ഇതൊരു 8 hours ഫ്രിഡ്ജിൽ വെച്ചിട്ട് തണുപ്പിച്ചെടുക്കാം. ഫ്രിഡ്ജിലാണ് വെക്കേണ്ടത്, ഫ്രീസറിലല്ല. ഇപ്പോൾ നമ്മുടെ പുഡിംഗ് ഇവിടെ സെറ്റായി വന്നിട്ടുണ്ട്. ഇത് ഭയങ്കര റിച്ച് ആയിട്ടുള്ളൊരു പുഡിങ്ങാണ്. നമുക്ക് പാർട്ടികളിലൊക്കെ സെർവ് ചെയ്യാൻ പറ്റുന്ന ഒരു പുഡിങ്ങാണിത്. എല്ലാവരും ഇതൊന്ന് തയ്യാറാക്കി നോക്കണം. ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും പുതിയ റെസിപ്പിയുമായി വരാം. ഇൻഷാ അല്ലാ. അസ്സലാമു അലൈക്കും.